വല്ലാണ്ട് പറ്റുമോ മോനെ? സാരമില്ല, ഞാൻ പോവാം അമ്മ. നീ എവിടേക്കാ പോണത്? കുന്നത്തങ്ങാടി എന്താ ഓന്റെ വാപ്പയുടെയാ? പടച്ചോനെ, ഞമ്മളൊരു പെണ്ണായി പോയല്ലോ. കൈ അങ്ങനെ സരിക്കുക. ആണായിരുന്നെങ്കിൽ ഓനെ തല്ലിക്കൊന്ന് പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടോട്ടേക്ക് പോവാ? വാപ്പ എന്നെ കൊല്ലും. ഇങ്ങനെ എല്ലാരും പേടിച്ച് എങ്ങനെ കയ്യ? മോനെ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് ഉസിരൊക്കെ വേണം. ജനിച്ചു കഴിഞ്ഞാ ഒരു പ്രാവശ്യം മരിക്കുള്ളൂ. പിന്നെ ആരെ പേടിക്കാൻ എന്റെ മോനെ? ആമന, ആരാ? ഒച്ച ഉണ്ടാക്കണ്ട. ഞാനാ, അസീസ്. ഞാൻ പോവാ. എനിക്കറിയാം ആമനെ കത്ത് വായിച്ചിട്ടുണ്ടാവില്ല. ആമനെ വായിക്കണം. എന്റെ പൂതിയാ. വായിക്കൂലേ? ആമനന്റെ ബാപ്പതല്ലേതാ? സാരമില്ല, ആമനയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. വിജയുണ്ടെങ്കിൽ നമുക്കിനിയും കാണാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരത എന്ന മുദ്രാവാക്യവുമായി ഒരു നവയുഗം പടുത്തുയർത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ ദീപശിഖയുമായി ഇതാ ഈ സാക്ഷരജാഥ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആളുണ്ട് കേട്ടോ. അതെ അതെ, വരണം വരണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവുമായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമാൻ നാസറിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും കുന്നത്തങ്ങാടിയിലെ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാന്യരെ, സാക്ഷര കേരളം സുന്ദര കേരളം എന്ന മനോഹര സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് നാം ഇന്ന്. നമ്മുടെ ഇടയിൽ ഒരു കത്ത് വായിക്കാൻ പോലും കഴിവില്ലാത്തവർ എത്രയോ ഉണ്ട്. ഒരു ബസിന്റെ ബോർഡ് പോലും വായിക്കാൻ കഴിവില്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സങ്കടകരമായ സ്ഥിതിവിശേഷം മാറണം. അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഓരോരുത്തരും ഞങ്ങൾ ആരംഭിക്കുന്ന സാക്ഷരതാ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നും മറ്റുള്ളവർ അവരെ ബോധവാന്മാരാക്കി പങ്കെടുപ്പിക്കണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കുറെ ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. കുട്ടി എന്താ എപ്പോഴും ക്ലാസ്സിലേക്ക് നോക്കിയിരിക്കുന്നത്? പഠിച്ചിട്ടുണ്ടോ? പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പഠിച്ച വായിക്കാൻ ആരുടെയും സഹായം തേടണ്ട. സ്വയം എഴുതാൻ പഠിക്കണം. എന്താ, പഠിക്കില്ലേ? ആ, കുഞ്ഞലവി വരും. ഓന്റെ അടുത്ത് നമ്മൾ ബാണിയംകുളം ചന്ത കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞത്. ഞാൻ നാസർ. മനസ്സിലായി. ആളുകളെ പേപ്പിക്കാൻ നടക്കണം. ആനക്കൊന്നും വേറെ പണിയില്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ. ഇവിടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ പഠിപ്പിക്കാന്ന്. പെണ്ണുങ്ങളെ മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഐദോസ്കയും പഠിപ്പിക്കാം. കയ്യടാ, നമ്മൾ കണക്കൂട്ടിന് എന്തി അനക്ക പറ്റുമോ? ഐദോസ്ക അത് മാത്രം പോരാ, എഴുതാനും വായിക്കാനും പഠിക്കണം. ഐദോസ്കാക്ക് ഇഷ്ടമാണെങ്കിൽ ഇറങ്ങി എന്റെ കുടിയിൽ 45 കൊല്ലമായിട്ട് മുഖത്ത് നോക്കി ഒരുത്തരും ചോദിക്കാത്ത ചോദ്യ അടയ്ക്ക പോലുള്ള ഈ പഠിക്കണമെന്ന് ഹൈദ്രോസിനോട് പറഞ്ഞു പോവാൻ. ഉമ്മ, എല്ലാരും പഠിക്കണ്ട്, എനിക്കും പഠിക്കണം. നീ വിഷമിക്കണ്ട. അന്റെ മോഹല്ലേ, നമ്മൾ വഴി ഉണ്ടാക്കാം. മാഷേ, മൂപ്പര് പറഞ്ഞോണ്ട് മാഷ് ഒന്നും വിചാരിക്കരുത്. സാരമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് പതിവാ. മാഷക്ക് ബുദ്ധിമുട്ടാവില്ല അച്ഛാ. ആമയ്ക്ക് പഠിക്കണമെന്നുണ്ട്.
ക്ലാസ്സിൽ വരാൻ കഴിയൂല. അതറിഞ്ഞ ഓളെ മയ്യത്താക്കും. മയ്യത്താകാതെ ഞാൻ നോക്കിക്കൊള്ളാം, പോരെ? അപ്പോ നാളെ മുതല് എങ്ങനെ മാഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞ പിന്നെ സുബഹി ബാങ്ക് കേൾക്കണവരെ ഓൾ ഉറങ്ങിയിട്ടില്ല. ആമിനിക്കെന്താ പേടി തോന്നുന്നുണ്ടോ? പഠിക്കുന്നത് വാപ്പ കാണുന്നുള്ള പേടി ആദ്യം കളയണം. അത് കണ്ട എന്താ ഉണ്ടാവുക? നമ്മളെ കൊല്ലും. കൊല്ലട്ടെ. ആമിന, എഴുതാനും വായിക്കാനും അറിയാതെ ആടുമാടുകളെ പോലെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുകയല്ലേ? ആമിന, ഇതാ ഇനി ഇതിലുള്ളത് എഴുതി പഠിക്കണം. ഇപ്പൊ ഒറ്റ വിചാരേ ഉള്ളൂ, എന്തെങ്കിലും പണിക്ക് പിടിച്ചാ പെണ്ണ് പിടിക്കേക്കണ്ടേ. ആട്ടെ, ഇപ്പൊ ക്ലാസ്സിൽ വന്നിരിക്കാനുള്ള ധൈര്യമായി ആമിനയ്ക്ക്? മാഷക്ക് ബുദ്ധിമുട്ടാണുണ്ടോ? ഏയ്, ഇവിടെ ക്ലാസ്സിൽ എല്ലാവർക്കും പഠിക്കാൻ താല്പര്യം, കുറച്ച് താമസിക്കുന്നു മാത്രം. പിന്നെ ബുദ്ധിയുള്ള ഒരു കുട്ടിയുണ്ട്, പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും. ആരെങ്കിലും കാണുമെന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. ആ, ഇതെന്റെ ആദ്യത്തെ അനുഭവമാ. പേടിയുണ്ടോ താക്കോൽ? നിങ്ങൾ ബേജാറാവണ്ട, താക്കോൽ വരും. ഈ ചെക്കനെന്ത് പറ്റി? വെറുതെ തല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇവന്റെ വരവ്. ആമിന ഇവൻ ചായനാ വന്നത്. നീ ഒന്നും മുണ്ടാണ്ട് കുട്ടിരിക്ക് വാസു, ഓൻ പാവാ. എന്നെ ഇരുത്താനല്ലേ മൊയ്തുക്ക? അത് നടക്കില്ല. എന്താടാ നോക്കി പേടിപ്പിക്കണേ? ചെന്ന് പറയടാ നിന്റെ മൂരിയോട് ഞമ്മൾ വന്നിട്ടുണ്ടെന്ന്. കുന്നത്തങ്ങാടിയിലുള്ളവർക്ക് മൂരി ഏത് ദിവസം വല്ലവനായിരിക്കും. ഈ ദുനിയാവിൽ അവനൊക്കെ വലിയ വമ്മമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൊയ്തീനൊക്കെ മജീദൊക്കെ? അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേരും വിറയ്ക്കും. ചെന്ന് പറയടാ നിന്റെ മൂരിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും മരണുണ്ടെന്ന്. കുന്നത്തങ്ങാടി. ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്ര അല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസേ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്. ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ മജീദേ, നീ അത് പോയിട്ട് ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ച ഊർമി. മുട്ടത് അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ഇരിക്കല്ലേ, ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടവുകൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തിങ്ങോട്ട് ഇത് മജീദേ, മജീദേ ഒന്ന് ആഘോഷിക്കല്ലേ? മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അസീസ പിടിച്ചോ. എല്ലാത്തിനും തുറത്തും 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ. നമുക്ക് ചായ കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്കാരോട് ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കണം. എല്ലാം കൊടുക്ക്. ഈ മുതൽ ആരും പേടിക്കണ്ട. കൊണ്ടുപോ. കേട്ടോളേ, ഇന്ന് മുതൽ കുന്നത്തങ്ങാടിയിൽ നമ്മുടെ രാജ്യമാണ്. ഇനി എല്ലാവരും കൂടെ
കഴിഞ്ഞിട്ട് വരെ അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണങ്ങൾക്ക് മഞ്ചേരി മജീദിന്റെ